ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അഭി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അനഘ വിളിച്ചത് പിന്നെ ഒരു മനസമാധാനവും ഇല്ല അഭിക്ക്. അന്നേരം തന്നെ അനഘ വിളിക്കുന്നുണ്ട്. ഞാൻ അനഘയാണെന്ന് പറയുമ്പോഴേ അഭി ഞെട്ടും. അന്നേരം അനഘ പറയും, ഞാൻ നാട്ടിലെത്തി, ഇനി എന്തായാലും ഞാനൊരു വാടക വീട് എടുത്ത് താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരികയില്ലേ, ഈ എന്നാ കല്യാണം കഴിഞ്ഞത്, ഭർത്താവ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതിന് മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യമൊന്നും. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത എന്നെ എല്ലാം അറിയാവുന്ന ആൾക്കാരോട് മാത്രമേ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലവും വീടും ഒക്കെ പറയുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് പറയും. അന്നേരത്തേന് അഭി ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. എൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഞാൻ നിന്നെ കാണുമ്പോൾ പറയാം, എത്രയും പെട്ടെന്ന് നിനക്ക് വന്ന് എന്നെ കാണാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഭി അന്നേരം അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവി അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന ഉടനെ അഭി പറയും, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നവി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റും നിനക്ക്, എന്താ നിൻ്റെ മുഖത്തൊരു ടെൻഷനെന്ന്. എനിക്ക് ടെൻഷനൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ അഭി പറയുന്നുണ്ട്. എനിക്ക് പക്ഷേ കാര്യം മനസ്സിലാവുന്നുള്ളൂ, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ആ ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെയാണല്ലോ നിൻ്റെ മുഖത്ത് ടെൻഷൻ വരാൻ തുടങ്ങിയെന്നൊക്കെ നവിയെ പറയും. അന്നേരം അഭി ഒന്ന് മൈൻഡ് അതൊക്കെ നിൽക്കുകയാണ്. എടാ, ഞാൻ അടുത്ത ദിവസം അങ്ങ് വീട്ടിലേക്ക് പോകും, എൻ്റെ 7-ാം മാസം ചടങ്ങല്ലേ, അപ്പം ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ ഒന്ന് വിളിക്കുകയോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുകയില്ലെന്ന് എനിക്കറിയാം. നീ പിന്നെ ചുറ്റി കറങ്ങുകയായിരിക്കും. പിന്നെ ഞാൻ വരുന്ന സമയത്തേക്ക് എന്നെയും എൻ്റെ കുഞ്ഞിനെ നീ സ്വീകരിക്കുമോ എന്ന് ആർക്കറിയാം. പിന്നെ നിന്നെ കൊണ്ട് വേറെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണമെന്നുള്ള വിചാരത്തിൽ മാത്രം നടക്കുന്ന നിൻ്റെ അമ്മയും കൂടെ ആകുമ്പോഴത്തേന് എല്ലാം ഒരു വഴിക്കാകും എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. അന്നേരത്തേനുടനെ അഭി മനസ്സിലോർക്കുന്നുണ്ട്, ദൈവമേ, ആ വന്നവളാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ പണിയായിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളെക്കാട്ടി പ്രശ്നമാവുമോ ഇവളെന്ന് പറഞ്ഞ് ഇവളെ പിണക്കണ്ട എന്നുള്ള രീതിയിൽ അഭി പറയും, അങ്ങനല്ല നവിയെ, നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നു. അന്നേരം നവ്യ പറയും, നീ വെറുതെ പുളു അടിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം ഞാൻ പോകാനായിട്ട് നോക്കിയിരിക്കുക നിനക്ക് പുറത്ത് പോയി മറ്റുള്ള പെൺകുട്ടികളുമായിട്ടൊക്കെ കറങ്ങാൻ വേണ്ടി, അല്ലാതെ നീ ഇങ്ങനെ അഭിനയിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. അതല്ല, ഞാൻ സത്യമോ പറഞ്ഞെന്നൊക്കെ ശരിക്കും പറയുന്നുണ്ട് അഭി. എന്തായാലും എൻ്റെ 7-ാം മാസ ചടങ്ങാണ്, അതെങ്കിലും നല്ലതായിട്ട് നടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളെന്ന് പറയും. അന്നേരം അഭിയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നെക്കുറിച്ച് ഓർത്താണെന്ന് എനിക്ക് തോന്നിയാൽ സാരമില്ല, അങ്ങനെയാണെങ്കിൽ ദൈവം നിനക്ക് കൂടെ നിൽക്കും. അതല്ല, എന്നെ കളിപ്പിക്കാനുള്ള കാര്യമാണ് നിൻ്റെ മനസ്സിലിരിപ്പെങ്കിൽ നീ അനുഭവിക്കുക തന്നെ ചെയ്യും, ദൈവം നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് നവി അങ്ങോട്ട് പോവാണ്. അന്നേരം അതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേന് അഭി അങ്ങ് ആകെ വല്ലാതായി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയും നയനയും കൂടെ ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. അപ്പം നയനയോട് ദേവയാനി പറയുന്നുണ്ട്, നവിയുടെ ടേസ്റ്റൊക്കെ എന്താണെന്ന് മോക്കല്ലേ അറിയാവുന്നത്, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള സാരിയൊക്കെ സെലക്ട് ചെയ്യാൻ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, എത്രയൊക്കെ ആയാലും നമ്മൾ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ചേച്ചിക്ക് ആഗ്രഹം കാണില്ലേ അഭി എന്തെങ്കിലും എടുത്തു കൊടുക്കണമെന്ന്, പക്ഷേ അവൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ അമ്മയെന്ന് പറയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ, ഇനിയിപ്പം അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, നമുക്ക് നോക്കാമെന്നൊക്കെ പറയാം, നന്നാകും അവൻ എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ആ സമയത്താണ് അനാമികയും വേണുവും രേവതിയും എല്ലാം കൂടെ ആ കടയിലേക്ക് തുണിയെടുക്കാൻ കയറി വരുന്നത്. അനാമിക പറയുന്നുണ്ട്, എൻ്റെ കല്യാണത്തിന് ശേഷം എനിക്കൊരു ഡ്രസ്സ് പോലും എടുത്തു തന്നിട്ടില്ല അച്ഛനും അമ്മയെന്ന്. അപ്പം വേണു പറയും, ഞാൻ നിൻ്റെ കല്യാണത്തിന് ശേഷം ശരിക്കും പാപ്പരായി പോയില്ലെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് ഞാൻ പിന്നീടും പലതും കൊണ്ട് തന്നല്ലോ, അന്നേരമെങ്കിലും എനിക്ക് എടുത്തു തന്നുകൂടായിരുന്നെന്ന് ചോദിക്കും. അതിനുവേണ്ടിയല്ലേ മോളെ നമ്മളിപ്പം വന്നിരിക്കുന്നത്, ഇപ്പം നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോളാനായിട്ട് വേണുവും രേവതിയും പറയുന്നുണ്ട്. സാരി സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ബ്ലൗസ് സെലക്ട് ചെയ്യാനായിട്ട് നയന എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴത്തേനാണ് നയന കാണുന്നത് അനാമികയും അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്നത്. ഉടനെ തന്നെ ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മ ദേ അനാമികയും അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. എവിടെ നമ്മൾ ഒളിക്കും മോളെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദേവയാനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന റൂമിൽ കയറി കഥ കടയ്ക്കുന്നുണ്ട്. നയന ഒന്നും അറിയാത്ത പോലെ വീണ്ടും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ആ സമയത്താണ് അനാമിക നയന എവിടെ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാണുന്നത്. ഉടനെ അനാമിക പറയുന്നുണ്ട്, ആരെയാണോ കാണരുതെന്ന് വിചാരിച്ച് അവർ തന്നെ ദേ വന്ന് മുമ്പിൽ പെട്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അച്ഛനും അമ്മയും കാണുന്നുണ്ട് നയന എവിടെ നിൽക്കുന്നത്. 3 എണ്ണം കൂടെ അന്നേരം തന്നെ നയനയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, ആഹാ സാലറിയൊക്കെ കിട്ടി കാണുമല്ലേ, അപ്പോൾ അത് മുഴുവൻ ചിലവാക്കാനായിട്ട് ഇറങ്ങിയതായിരിക്കും, സ്വന്തം വീട്ടുകാർക്കായിരിക്കും തുണിയൊക്കെ മേടിച്ച് കൂട്ടുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ തിരക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്നാ, ഞാൻ എൻ്റെ സാലറി എങ്ങനെ വേണമെങ്കിലും ചിലവാക്കുമെന്ന്. അന്നേരം വേണു പറയുന്നുണ്ട്, കുടുംബത്തിൽ പിറന്നവരൊന്നും അങ്ങനെയല്ല, അവർ കിട്ടുന്ന സാലറിയൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ചിലവാക്കുന്നത്, അല്ലെ ഭർത്താവിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നതെന്ന്. ഉടനെ നയന പറയും, എനിക്ക് ശമ്പളം തന്നത് എൻ്റെ ഭർത്താവാണ്, അപ്പം പിന്നെ
അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നും അല്ലല്ലോ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല ചെയ്യുന്നത് എന്നൊക്കെ രേവതി നിന്നങ്ങ് ബഹളം വെക്കുകയാണ്. മാനമര്യാദയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളൊന്നും ഇങ്ങനൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി നയനയുടെ നേരെ ചാടിച്ചെല്ലുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ എന്ത് മര്യാദകേടാണ് കാണിച്ചേ, നിങ്ങൾക്ക് ഇത്ര മര്യാദ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ മകളെ പഠിപ്പിച്ചാൽ മതി, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ടെന്ന് പറയും. അന്നേരത്തേനുടനെ നയനയോട് അനാമികയും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, വാ അമ്മേ നമുക്ക് പോയേക്കാമെന്ന്. അന്നേരത്തേന് രേവതി പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിയെ അങ്ങോട്ട് അനന്തപുരി കയറ്റാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ടല്ലേടി നീ ഇപ്പം ഞങ്ങളുടെ നേരെ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന്. ഉടനെ നയന പറയും, എനിക്ക് ഞങ്ങൾക്കാണേലും ഞങ്ങളുടെ അനിയത്തിയെ അങ്ങോട്ട് കയറ്റണമെന്നുണ്ടായിരുന്നു, നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ പോലത്തെ മനസ്സിലിരിപ്പ് സ്വഭാവമൊന്നും അല്ലെന്ന് പറയും. അന്നേരത്തേന് അനാമിക ദേഷ്യപ്പെട്ട് നയനയോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേന് നയനയും പറയും, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട, നിങ്ങളുടെ മകളുടെ സ്വഭാവമൊക്കെ ഞാൻ ഇവിടെ വിളിച്ച് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് പറയാതിരിക്കുന്നത്, അത് അനിയെ ഓർത്തുകൊണ്ട് മാത്രമാണെന്ന് പറയും. അന്നേരത്തേന് വേണു ഉടനെ പറയും, അനി എങ്ങനെയാണ് ഇവളെ സ്നേഹിക്കുന്നത്, അനിയുടെ മനസ്സ് മുഴുവൻ നിൻ്റെ അനിയത്തിയല്ലേ എന്നൊക്കെ ചോദിക്കും. എൻ്റെ അനിയത്തിയായിട്ടൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെയൊക്കെ കുറ്റം നിങ്ങളുടെ മകൾക്ക് തന്നെയാണ്, നിങ്ങളുടെ മകൾ അനിയെ ഒന്ന് സ്നേഹിച്ചാൽ മതി, അന്നേരത്തേന് അവൻ ഇവളുടെ വഴിക്ക് വന്നോളുമായിരുന്നു, പക്ഷേ നിങ്ങളുടെ മകൾ അതിനൊന്നും ശ്രമിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് വേണു പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി കൂട്ടുകാരെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളെ തല്ലിയതൊന്നും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടൊന്നുമില്ല കേട്ടോ എന്ന് പറയും. അത് ഞാൻ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കും എന്നൊക്കെ പറയും. അന്നേരത്തേന് നയനയൊന്നും മിണ്ടാൻ പോകുന്നില്ല. ഇതെല്ലാം ദേവയാനി അപ്പുറത്ത് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോയ ഉടനെ ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ അവരെന്തൊക്കെയാണ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന്, അവർക്കൊരു മര്യാദയില്ലല്ലോ എന്നൊക്കെ പറയും. അവർക്ക് ഇങ്ങനത്തെ സംസ്കാരമല്ലേ അമ്മ, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അമ്മയ്ക്ക് അനിയും അനാമികയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും അമ്മയോട് പറയാത്തെന്ന് പറയും. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ മോൾക്ക് പറയാനുള്ളതെന്ന്. എനിക്ക് പല കാര്യങ്ങളും അമ്മയോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അമ്മ അവരുടെ ജീവിതം നന്നായി പോകണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് പറയാത്തത്. ഇനി അതൊക്കെ മറന്നേക്കമ്മ, ഞാൻ ഇനി അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയും. എന്നിട്ട് നമുക്കെന്നാൽ പോയേക്കാന്ന് പറഞ്ഞ് ഇവരുടനെ അങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നവ്യയാണ്. നവ്യ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. നവ്യയ്ക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അവിടെയുള്ള വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം പകലെല്ലാം മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നയന അങ്ങോട്ട് ചെല്ലുന്നത്. നയന പറയും, ഞാൻ ഒരു സാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നാളെ 7-ാം മാസത്തിൻ്റെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ചേച്ചിക്ക് കൊടുക്കാനാണെന്ന് പറയും. എന്നിട്ട് സാരി എടുത്ത് കൊടുക്കുന്നുണ്ട്. നവിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയും, എനിക്ക് ചേരുന്ന കളറും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന നിനക്കാണ്, അതുകൊണ്ട് നീ എടുത്ത ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറയും. അന്നേരത്തിന് നയന പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ സാലറി കിട്ടിയായിരുന്നു, ആ സാലറിയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയി അച്ഛനും അമ്മയ്ക്കും അത് കൊടുത്തതായിരുന്നു, പക്ഷേ അവർ 1000 രൂപ മാത്രം എടുത്തിട്ട് ബാക്കി ഇങ്ങി തന്നെന്ന് പറയും. അപ്പം നവ്യ പറയുന്നുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ നമ്മുടെ കാശൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ, അവരതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുകയില്ലെന്ന് എനിക്കറിയാം. എന്തായാലും നീ ഭാഗ്യവതിയാണ്, നിനക്ക് ഒരു ജോലിയായി ശമ്പളമായി നല്ലൊരു ഭർത്താവിനെയും കിട്ടി, എൻ്റെ കാര്യം പരുങ്ങലിലായത്. ശരിക്കും അഭിക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല. 7-ാം മാസത്തിൽ എനിക്ക് സാരിയൊക്കെ എടുത്ത് തരേണ്ടത് അവനല്ലേ, എന്നിട്ട് അവൻ എനിക്കൊന്നും മേടിച്ച് തരികയോ ഒന്നും ചെയ്തില്ലെന്നൊക്കെ പറയും. അന്നേരത്തേന് നയനെ പറയുന്നുണ്ട്, എന്തായാലും അവൻ്റെ സ്വഭാവം മാറും ചേച്ചി, അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും. അവൻ്റെ സ്വഭാവമൊന്നും മാറത്തില്ല, ഞാനിനി പ്രസവം കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരുന്നത്, ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെയും എങ്കിലും അവൻ സ്നേഹിച്ചാൽ മതിയാരെന്നൊക്കെ സങ്കടപ്പെടുന്നുണ്ട് നവ്യ. ജലജ ഇതുപോലെ തന്നെ രാവിലെ നിന്ന് മേക്കപ്പൊക്കെ ചെയ്ത് സ്പ്രേ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് കയറി വരുന്നത്. മകനോടുള്ള ദേഷ്യം മുഴുവൻ അമ്മായിയമ്മോട് തീർക്കുന്നുണ്ട് നവ്യ. എന്നിട്ട് പറയും, നിങ്ങളിങ്ങനെ ഈ സ്പ്രേ അടിച്ചു മേക്കപ്പും ചെയ്തിരുന്നു, പ്രായമായെന്നുള്ളൊരു വിചാരം പോലും ഇല്ലല്ലോ എന്ന് പറയും. അതിന് നിനക്കിപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ജലജ. അന്നേരം നവ്യ പറയും, എനിക്ക് നാളെ 7-ാം മാസത്തിൻ്റെ ചടങ്ങ് നടക്കുക, അന്നേരം എനിക്കൊരു സാരിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും എടുത്തു തന്നോ, എൻ്റെ ഭർത്താവ് എനിക്ക് എടുത്ത് തന്നില്ലെന്ന് പറയും. നിൻ്റെ അലമാരി തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെക്സ്റ്റൈൽസിലുള്ള സാരി മുഴുവൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വീണ്ടും ഒരു സാരി എടുക്കുന്നു ചോദിക്കും. നാളത്തെ ചടങ്ങിന് എനിക്ക് എടുക്കാൻ ഒരു സാരി എടുത്ത് തരണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എടുത്തത് എനിക്ക് നയനെ ആദർശിവേട്ടനും അത് എടുത്ത് തന്നെന്ന് പറയും. ആരാണേലും എടുത്തു തന്നല്ലോ, ഇനി പിന്നെ എന്നാ പറയാനാന്ന് ചോദിക്കും. നിങ്ങളിങ്ങനെ തന്നെ പറയത്തുള്ളെന്ന് എനിക്കറിയാം, കാരണമേ നിങ്ങൾ ഈ വീട്ടിലെ ചോരയല്ലല്ലോ എന്ന് പറയും. പിന്നെ ഞാൻ എവിടുത്തെ ചോരയാടി എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് സത്യാവസ്ഥ എല്ലാം അറിയാം, അതുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് പറയാനൊന്നും വരണ്ട, നിങ്ങൾക്ക് ഇവിടുത്തെ ആ ചോരയല്ലാത്തതിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങളും നിങ്ങളുടെ മകനും കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കളിപ്പിച്ചിറങ്ങി പോകുന്നുണ്ട് നവ്യ. അന്നേരത്തേന് ജലജ ഓർക്കുന്നുണ്ട്, എന്നാണേലും 3-4 മാസത്തേക്ക് ഒരു സ്വസ്ഥതയുണ്ട്, ഇവളങ്ങ് പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്.
നയനെ സെലക്ട് ചെയ്ത് കൊടുത്ത സാരി എല്ലാം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവയാനിക്ക് അതങ്ങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്താണ് നയനെ അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് അന്നേരം ദേവയാനി പറയുന്നുണ്ട്, മോളെ സെലക്ട് ചെയ്ത് 2 സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നാളെ എന്തായാലും ഇതിൽ നിന്ന് ഒരു സാരി ഉടുക്കാം അല്ലേ എന്നൊക്കെ പറയും. അന്നേരം അതൊക്കെ അമ്മയുടെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് നയനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ നവ്യേച്ചിക്ക് ഇപ്പോൾ സാരി കൊടുത്തിട്ടാണ് വന്നത്. നവ്യേച്ചിക്ക് സാരിയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അവൾക്കൊരു സാരി പോലും എടുത്ത് കൊടുത്തില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കരമായ സങ്കടമുണ്ട് ചേച്ചിക്കെന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയും, എനിക്ക് അവൻ്റെ സ്വഭാവം പണ്ടേ എനിക്കിഷ്ടമല്ല, ജലജയെ എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. അവർ ഈ വീട്ടിലെ ചോരയൊന്നും അല്ലല്ലോ മോളെ, അതിൻ്റേതായ ഒരു ഗുണമൊക്കെ അവർ കാണിക്കുന്നുണ്ട്. എനിക്കാണ് ഇവിടെ വന്ന കാലത്ത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നത് ജലജയായിരുന്നു. ജലജ അതുപോലത്തെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾ വന്നപ്പം എനിക്ക് ദേഷ്യം നിങ്ങളോടായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അവളെ ഒന്ന് ചേർത്ത് നിർത്തി എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ എനിക്കിപ്പോഴും അവളെയോ അവളുടെ മകനെയോ ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയും. പിന്നെ എങ്ങനെയും അവളുടെ ജീവിതം നന്നാകണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നവ്യയുടേതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, നമ്മളിനി ഇതുപോലെ ഒന്നും തുണിയെടുക്കാനും പുറത്ത് പോകുന്നൊന്നും വേണ്ട കേട്ടോ അമ്മേ. മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴേലും വന്ന് ചാടിക്കളയുമെന്ന് പറയും. ആരെങ്കിലും പിടിക്കപ്പെട്ടാലോ എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, പിടിക്കുന്നെങ്കിൽ അങ്ങ് പിടിക്കട്ടെ. എനിക്ക് എൻ്റെ മോളെ ഒരുപാട് നേരം പുറത്തൊക്കെ വെച്ച് അമ്മ സ്നേഹിക്കാനും പരിചരിക്കാനും ഒക്കെ പറ്റുമല്ലോ, അതിനുവേണ്ടിയല്ലേ നമ്മൾ പുറത്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഞാൻ ഇനി ഒത്തിരി നേരം ഒന്നും നിൽക്കുന്നില്ല അമ്മേ, പോയേക്കുക. ഇനി ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കള്ളി ഇന്ന് തന്നെ പൊളിയല്ലേ എന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നയനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് ദേവയാനി. നയനെ എടുത്തു കൊടുത്ത സാരിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നവിക്ക് ഒരുപാട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നേരമാണ് അഭി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം നവി ചോദിക്കുന്നുണ്ട്, ഈ സാരി എങ്ങനെ ഉണ്ടെന്ന്. വളരെ നന്നായിട്ടുണ്ട്, ഞാൻ എടുത്തു തന്നതായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നീ എനിക്ക് സാരിയൊക്കെ എടുത്തു തന്നിട്ട് നൂറ്റാണ്ടുകളായല്ലോ, പിന്നെ ഇത് സാരിയുടെ കാര്യമായി ചോദിക്കുന്നത്. ഇത് ആദർശേട്ടനും നയനെയും എടുത്തു തന്നാന്ന് പറയും. അവന് നിന്നെ ആയിരുന്നല്ലോ ആദ്യം പ്രേമം, ആ പ്രേമത്തിൻ്റെ ഇതനുസരിച്ച് ചിലപ്പോൾ നിനക്ക് എടുത്തു തന്നതായിരിക്കും എന്ന് ഉടനെ അഭി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഡീസൻ്റ് ഇല്ലാത്ത ഒരാളല്ല ആദർശേട്ടൻ. ഇതുപോലുള്ള ഡീസൻ്റ് ഉള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിനക്കൊന്നും അതിൻ്റെ 7 അയലൊക്കത്ത് വരാനുള്ള യോഗ്യതയില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരത്തേനുടനെ അഭി ഉടനെ പ്ലേറ്റ് മാറ്റുന്നുണ്ട്. അതല്ല, എനിക്ക് ആകെ 50,000 രൂപയല്ലേ ശമ്പളമുള്ളൂ, അത് വെച്ച് ഞാൻ എങ്ങനെയാണ് നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നവി ചോദിക്കുന്നുണ്ട്, നീ അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിരിക്കും, പക്ഷെ നിനക്ക് ഇത് മാത്രം ചിലവ് എന്നതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ ഓടിക്കുന്ന വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ടേ, പിന്നെ എനിക്ക് പല ചിലവുകളും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. നിൻ്റെ ചിലവൊക്കെ എന്താണെന്ന് എനിക്കറിയാം. എന്തായാലും നീ എൻ്റെ കാര്യങ്ങളൊന്നും നടത്തുന്നില്ലല്ലോ, എൻ്റെ കാര്യങ്ങളെല്ലാം ആദർശേട്ടനും നയനെയാണ് നടത്തി തരുന്നത്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയും. അതല്ല നവ്യ, എനിക്ക് പല ടെൻഷനുകളില്ലേ, അത് കാരണം എനിക്ക് നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഉള്ളിൽ എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണെന്നൊക്കെ പറയും. അന്നേരത്തേനുടനെ ചോദിക്കുന്നുണ്ട് നവ്യ, നിനക്കാണോ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തതെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ആപി അങ്ങ് വല്ലാതാകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.